ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ഞാനേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മുടെ ഇസ്ലാമിക മുന്നേറ്റത്തിൽ എഴുത്തുകൊണ്ടും ചിന്ത കൊണ്ടും വളരെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബാവോസ്താദുമായി എനിക്ക് വളരെ കാലത്തെ ഇഷ്ടവും പരിചയവും ഒക്കെ ഉണ്ട്. ഞാൻ അത് വലിയ അഭിമാനമായി കരുതുന്നു. നമുക്ക് ഏതെങ്കിലും സംശയങ്ങളും ചില ഇടർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഉസ്താദിനെയാണ് വിളിക്കാറുള്ളത്. വളരെ വിശദമായും കൃത്യമായും എനിക്കത് സംബന്ധിച്ചുള്ള സംശയ നിവാരണങ്ങൾ നടത്താൻ സാധിക്കാറുണ്ട്. ദാറുൽ മാരിഫുമായി എനിക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. എന്നെ പല ചർച്ചകൾക്കും ഇവിടെ വിളിക്കുകയും അതിൻ്റെ ഭാഗമായി ഞാൻ ആ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചതിൽ അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഡിലൈറ്റ് ഓഫ് ഐഡൻറ്റിറ്റി, നമ്മുടെ സ്വത്വത്തിൽ ആനന്ദം ഉണ്ടാവുക എന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങൾ കരുതുന്നത് പോലെ അത്ര എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു, കുറച്ചൊക്കെ വായിച്ചു നോക്കി. അപ്പോഴൊക്കെ നന്നായിട്ട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണത്. എങ്കിലും കുറച്ച് സമയം അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ചില ചിന്തകൾ, എൻ്റെ താല്പര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അത് പൂർണ്ണമായി അവസാന വാക്കാണെന്ന അഭിപ്രായം എനിക്കില്ല. നിങ്ങളെന്തെങ്കിലും പഠിപ്പിച്ച് കളയാം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബാവോസ്താദിരിക്കുന്ന ഒരു വേദിയിൽ ഇത് സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രശ്നം വേറെയുമുണ്ട്. ഒരു എക്കോ പോലല്ലല്ലോ, കേൾക്കുന്നില്ലേ? വ്യക്തമല്ലേ? കേൾക്കാമല്ലോ അല്ലേ? ഇത് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടോ? ഇല്ല, ലൈവായി പോകുന്നില്ലല്ലോ. ലൈവ് പോകുന്നുണ്ട് ഇവിടെ മാത്രമേ. അല്ല, അങ്ങനല്ല, ഇത് ലൈവായിട്ട് പോകുന്നുണ്ടോ? ഇൻ്റർനെറ്റ് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എം ടി വാസുദേവൻ നായർ ഇന്ന് അന്തരിച്ചു. അപ്പം ഇന്നലെ രാത്രി മുഴുവൻ നമ്മളൊക്കെ അതിൻ്റെ പിറകെയായിരുന്നു. നമുക്ക് പത്രം ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ഇൻ്റർനെറ്റ് എഡിഷനിൽ ഓൺലൈനിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ തന്നെയും ഒരു വീഡിയോ ഇപ്പം കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പം അതിൽ നമ്മൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധമുള്ള പലതും കാണാൻ സാധിക്കും. അദ്ദേഹം ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള, സ്വത്വം, തൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ആശങ്കയുള്ള, നിരാശയുള്ള മനുഷ്യരെയാണ് കാലം, അസുരവിത്ത് ഒക്കെയുള്ള പുസ്തകങ്ങളിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവൽ, അത് മഹാഭാരതത്തിൻ്റെ ഒരു എക്സർഷനാണ്. മഹാഭാരതത്തിൻ്റെ കഥയെ മറ്റൊരു തരത്തിൽ മാറ്റി എം ടി വാസുദേവൻ എഴുതിയിട്ടുള്ളതാണ്. അതിൽ സാധാരണഗതിയിൽ മഹാഭാരതം എന്ന് പറയുന്ന മൊത്തം ഇതിഹാസ കഥ യുധിഷ്ഠിരനെയോ അർജുനനെയോ ഒക്കെയാണ് മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. എന്നാൽ എം.ടിയുടെ രണ്ടാം ഊഴം ഭീമനെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. ഭീമൻ്റെ കണ്ണിലൂടെ എങ്ങനെയാണ് മഹാഭാരത കഥയെ കാണാൻ പറ്റുക, ആ യുദ്ധത്തെ, അത് തമ്മിലുള്ള മനുഷ്യൻ്റെ ബന്ധങ്ങളെയൊക്കെയാണ് ശ്രമിക്കുന്നത്. ഭീമൻ അകത്ത്, അയാളുടെ ഉള്ളിൽ വലിയ ക്രൈസിസ് അനുഭവിക്കുന്നു. അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്നത് വൃഗോദരൻ എന്നാണ്. വലിയ വയറൊക്കെയുള്ള, തടിച്ച, കൂടുതൽ തിന്നുന്ന ഒരാളായിട്ടാണ് മഹാഭാരതത്തിൽ ഭീമനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അയാൾക്കുള്ളിലൊരു അപകർഷത ഉണ്ടാക്കുന്നുണ്ട്. മാത്രവുമല്ല, എല്ലാ കാര്യത്തിലും അയാൾ രണ്ടാം ഊഴമാണ്. അയാൾക്ക് ഒന്നാമതായ ഒരു അഭിപ്രായവും പറയാൻ പറ്റുന്നില്ല. അവർക്ക് 5 പേർക്കും കൂടി ഒരു ഭാര്യയായിരുന്നു. അങ്ങനെയാണ് കഥയുള്ളത്. അയാളുടെ ഈ എന്താണ്, ദ്രൗപദിയെ വളരെ കാര്യമായി ഇഷ്ടപ്പെടുന്നു. പക്ഷേ അയാളുടെ ഇഷ്ടം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അത് അയാളിൽ ഉണ്ടാക്കുന്ന വേദന ഉണ്ടാകുന്നുണ്ട്. യുദ്ധസ്ഥലത്ത് അയാൾക്ക് ഗദായുധം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഗദയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്.
അയാൾക്ക് സത്യത്തിൽ അമ്പ് ചെയ്യാനും അസ്ത്രം പ്രയോഗിക്കാനും ഒക്കെ പറ്റും, പക്ഷെ അത് അയാൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ രണ്ടാമൂഴമായിപ്പോയ, എല്ലായിടത്തും പിന്നിലായിപ്പോയ ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് MT ചെയ്യുന്നത്. MTയുടെ കൃതികളിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്, രണ്ടാമൂഴമാകുന്നത് നിങ്ങൾ ഈ പറയുന്ന വിഷയം അതിൽ ഉൾച്ചേർന്നത് കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ വിഷയവുമായി ഞാനതിനെ കൂട്ടിക്കെട്ടുകയല്ല, സത്യത്തിൽ അത് തന്നെയാണത്. ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് രണ്ടാമൂഴത്തിൽ ഭീമൻ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വരുന്നതാണ്. നമുക്കൊരിക്കലും കുടഞ്ഞു കളയാനാവാത്ത വിധം അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം, വേണമെങ്കിൽ അപകർഷത കൊള്ളാം, നമുക്ക് അതിൽ ബേജാറാവാം. എൻ്റെ സ്വത്വം കൊള്ളില്ല, എൻ്റെ സംസ്കൃതി, എൻ്റെ മതം, എൻ്റെ വിശ്വാസം, ഇതിലൊക്കെ നിങ്ങൾക്ക് അത് ഇച്ചിരി കൊള്ളാത്തതാണ്, അത് അപകർഷപൂർണമാണ് എന്ന് വേണമെങ്കിൽ കരുതാം. നിങ്ങൾക്കതിൽ അഭിമാനിക്കാം, അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന നിലയിൽ അതിനെ തിളക്കമുള്ളതാക്കാം നിങ്ങളുടെ സ്വത്വത്തെ. ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഇതിലേത് നിങ്ങൾ എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്വത്വം ഒരു ഡിലൈറ്റ് ആവുമോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. ഇപ്പം നമ്മൾ ലോകത്തുടനീളം ഒരു സ്വത്വം മറ്റൊരു സ്വത്വത്തെ കീഴടക്കിയതിൻ്റെ ചരിത്രമാണ് എന്ന് വേണമെങ്കിൽ ലോക ചരിത്രം എന്ന് പറയാം. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ കോൺഫ്ലിക്റ്റുകളും യഥാർത്ഥത്തിൽ ഈ സ്വത്വത്തെ അംഗീകരിക്കാതെ പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ എനിക്ക് മാത്രം ഇഷ്ടമുള്ള ഒരു സ്വത്വവും ഒരു സംസ്കൃതിയും ഒരു വിശ്വാസവും ഒക്കെ ഉള്ളപ്പോൾ, അതിന് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനം ലഭിക്കാതെ പോകുമ്പോൾ, അന്തസ്സ് കിട്ടാതെ പോകുമ്പോഴാണ് മനുഷ്യൻ വളരെ വേഗം കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നത്, സംഘട്ടനത്തിലേക്ക് പോകുന്നത്. മനുഷ്യൻ അതിനെ എന്താ പറയുക, ആളുകളെ ശ്രദ്ധ നേടാൻ വേണ്ടി ഒരുപക്ഷെ തീവ്ര നിലപാടുകളിലേക്ക് പോകുന്നത്, മറ്റൊരു കൂട്ടരോട് ആക്രമിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. വളരെ സിമ്പിളായി ഞാൻ ആ കാര്യം പറഞ്ഞു വരാം. എങ്ങനെ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ പറയാം. എങ്ങനെയാണ് ഒരാളുടെ സ്വത്വത്തെ, ഒരാളുടെ ഉണ്മയെ, അയാളുടെ യാഥാർത്ഥ്യത്തെ മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന്. ഇപ്പം നമ്മളിപ്പം കേൾക്കാമല്ലോ അല്ലേ, നമ്മുടെ സ്വീകരണ മുറിയിൽ നമുക്കൊരു അതിഥി, ഒരു പ്രധാനപ്പെട്ട അതിഥി വന്നു. ഈ അതിഥി വന്നപ്പോൾ നമ്മൾ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മകൻ അടുക്കളയിൽ നിന്ന് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരും. വണ്ടി ഓടിച്ച് വരുമ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ പറയും എന്താണ്, മാറ്റി റസീന അല്ലെങ്കിൽ ഭാര്യയുടെ പേര് വിളിക്കും, കുഞ്ഞിനോട് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയും. കുട്ടിയോട് കൂട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കാണില്ല എന്ന് ചോദിക്കും. അപ്പൊ ഈ കുട്ടീനെ പിടിച്ച് വലിച്ച് ഇമ്മാട് കൊണ്ടുപോകും. ഉമ്മ ഈ കുട്ടിയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും. അവനിങ്ങനെ ഇഷ്ടമല്ലാണ്ടാണ് പോവുക. ഒരല്പം കഴിഞ്ഞ് ആ വണ്ടി പിന്നെയും വരും. ആ വണ്ടി അടുക്കളയിൽ നിൽക്കില്ല. ആ വണ്ടി കുറച്ചുകൂടി വേഗത്തിലാണ് വരിക, ഭയങ്കര വേഗത്തിലാണ് വരിക. അപ്പോഴും ഇത് തന്നെ ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ കാണുന്നില്ല, എന്തിനാണ് ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവരുന്നത്? അപ്പൊ കുട്ടീനെ വീണ്ടും പിടിച്ച് വലിച്ചുണ്ടാവും. മൂന്നാമത്തെ തവണ ആ വണ്ടി വരുന്നത് അതിവേഗത്തിലായിരിക്കും. ഭയങ്കര ഗീറൊക്കെ മാറ്റിയേക്കും അത് വരും. അവിടെയുള്ള ഗ്ലാസ്സൊക്കെ തട്ടിപ്പൊട്ടിക്കും, അവിടെയുള്ള ചായയൊക്കെ നിലത്ത് തൂവും, അണ്ടിപ്പരിപ്പും എന്താ പറയുക, ഈ പിസ്തയും ഒക്കെ അവിടെ ആകെ ചെതറും. നമ്മൾ അതിഥിയോട് പറയും സോറി, അവൻ ഇച്ചിരി വികൃതിയാണെന്ന് പറയും. അതിഥിയോട് നമ്മൾ ക്ഷമാപണം നടത്തും. അവനെ നമ്മൾ തല്ലിയിട്ട് അവൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നിലത്ത് കിടന്ന് ഉരുളും. ആകെ പ്രശ്ന സങ്കുലമാകും. സത്യത്തിൽ അവൻ്റെ സ്വത്വത്തെ നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവൻ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യത്തെ വരവ് ആ വണ്ടി വന്നപ്പോൾ തന്നെ പരിചയപ്പെടുത്തണമായിരുന്നു, ഇത് എൻ്റെ മകൻ സൽമാൻ ഫാരിസ്, ഇവൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, കുറച്ചൊക്കെ കവിതയൊക്കെ എഴുതുന്ന പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു, നല്ല പുസ്തകമൊക്കെ അവൻ നന്നായി വായിക്കും. അപ്പോൾ അതിഥി അവന് കൈ കൊടുക്കും, അവൻ്റെ കുഞ്ഞു കൈ പിടിക്കും, അവൻ്റെ തലയിൽ കൈവയ്ക്കും, നീ നല്ല കുട്ടിയായിട്ട് വരണമെന്ന് പറയും. അവൻ ഇച്ചിരി ചിരിച്ചൊക്കെ അവിടെ അങ്ങനെ നിൽക്കും. നമ്മൾ പിന്നെയും വലിയ വലിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അവന് ബോറടിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് തിരിച്ചു പോകും. ദാറ്റ്സ് ഓൾ. ഒരു പാത്രവും പൊട്ടുന്നില്ല, ഒരു അണ്ടിപ്പരിപ്പും നിലത്ത് വീഴുന്നില്ല, അവനെ നിങ്ങൾക്ക് അടിക്കേണ്ടി വേണ്ട കാര്യം ഉണ്ടാവുന്നില്ല, അവൻ നിലത്ത് കിടന്ന് ഉരുളുന്നില്ല. അവൻ്റെ സ്വത്വത്തെ ഇവിടെ ഏത് അതിഥി വന്നാലും സൽമാൻ ഫാരിസ് എന്ന ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ്
അവൻ്റെ സ്വത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത്, അവൻ്റെ ഐഡൻറ്റിറ്റിയെ നിങ്ങൾ അംഗീകരിക്കുന്നത്. ആ അംഗീകാരം അവൻ അവകാശപ്പെട്ടതാണ്. ഇത് കുഞ്ഞുങ്ങളിൽ നിന്ന് ഉയർന്ന് മുന്നോട്ട് പോകുന്ന ആരിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അലയുന്നത്? അവരെ ശാരീരികമായി ആക്രമിക്കുന്നു എന്നത് മാത്രമല്ല അതിൻ്റെ ഉത്തരം. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അവരുടെ സംസ്കൃതിയെ, അവരുടെ സ്വത്വത്തെ അവിടെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവർക്ക് പോരേണ്ടി വരുന്നത്. നമുക്ക് അംഗീകാരമില്ലാത്ത, നമുക്ക് സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. ശ്രീലങ്കയിലെ തമിഴ് പ്രശ്നത്തിൻ്റെ അടിത്തറ എന്താണ്, എന്താണെന്ന് നിങ്ങൾ കരുതുന്നത്? ശ്രീലങ്കൻ തമിഴന്മാർ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ്. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അന്ന് എല്ലാ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും ഇംഗ്ലീഷായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കിട്ടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ക്രിയൽ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ സ്ഥാനം വന്നു. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അവർക്ക് സിംഹള ഭാഷ അറിയില്ല. സിംഹള ഭാഷ അവർ ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മതി. അപ്പോൾ ഈ ചായത്തോട്ടങ്ങളിൽ, വലിയ തോട്ടങ്ങളിലൊക്കെ മാനേജർമാരായും കങ്കാണികളായും തമിഴന്മാരുണ്ടായി. അപ്പോൾ തമിഴന്മാർക്ക് ഒരു ഡോമിനേഷൻ അവിടെ രൂപപ്പെട്ടു വന്നു. ആ ഡോമിനേഷൻ അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സ്വത്വത്തിന് വലിയ മുഴക്കവും തിളക്കവും അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ പോകുന്നതോടുകൂടി അവിടെ സിംഹള ആധിപത്യം ഉണ്ടാകുന്നു. പിന്നെ ആദ്യത്തെ നിയമം തന്നെ വരുന്നത് സിംഹള ഭാഷ ഔദ്യോഗിക ഭാഷയായി മാറുന്നു. അവിടെ മുതൽ തമിഴന്മാരുടെ സ്വത്വം തിളക്കം നഷ്ടപ്പെട്ട് താഴേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഈഴം മൂവ്മെന്റ് ഉണ്ടാവുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെ ഏത് സാമൂഹിക വ്യവസ്ഥിതിക്കകത്തും ഒന്നാമതായി നമ്മുടെ സ്വത്വത്തെ നമ്മളെങ്ങനെ കാണുന്നു എന്നതിനപ്പുറം ഒരു വ്യവസ്ഥിതി ഓരോ സ്വത്വങ്ങളെയും എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒരു സ്വത്വത്തെ അടിച്ചമർത്തുകയും അവൻ്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഉണ്ടാക്കുക ആ വിഭാഗങ്ങൾക്കിടയിൽ വലിയ അപകർഷതയായിരിക്കും ഉണ്ടാക്കുക. അത് സമൂഹത്തിനകത്ത് വലിയ ചിത്രതയും അതൃപ്തിയും എല്ലാം സമൂഹത്തിൻ്റെ പൊതുവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്, ഒരു നേതാവ് ചെയ്യേണ്ടത് എല്ലാതരം സ്വത്വങ്ങളെയും അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉത്കൃഷ്ടമാവുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഒരു ലിബറൽ രേഖയായി, അല്ലെങ്കിൽ ഇന്നും നമ്മുടെ മുന്നിൽ ഒരു പ്രതീക്ഷയായി നിലനിൽക്കുന്നത്. ആ ഭരണഘടനയ്ക്കകത്ത് എല്ലാ സ്വത്വങ്ങളെയും സ്വീകരിക്കാനുള്ള, അംഗീകരിക്കാനുള്ള ഒരു പ്രചോദനം ആ ഭരണഘടനയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പീപ്പിൾ എന്ന് പറയുന്ന സാകല്യത്തിൽ തന്നെ എല്ലാ വിഭാഗങ്ങളെയും അംഗീകരിക്കണം എന്ന ഒരു സന്ദേശം അതിനകത്തുണ്ട്. വലിയ ചർച്ച അന്ന് നടന്നതാണ് നമ്മുടെ ഭരണഘടന. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, എന്താണ്, ദൈവത്തിൻ്റെ നാമത്തിൽ തുടങ്ങണം. ഇന്ത്യ ഒരു മതങ്ങളുടെ നാടാണല്ലോ, അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിലാണ് തുടങ്ങേണ്ടതെന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വലിയ ചർച്ച ഉണ്ടാവുകയും, എന്നാൽ ദൈവം എന്ന് പറയുമ്പോൾ ആരുടെ ദൈവം എന്നൊരു ചോദ്യം ഉയരുമെന്നും അത് വലിയ ചർച്ചയ്ക്ക് ഇടം നൽകുകയും ചെയ്യും എന്നും ഭാവിയിൽ അത് പ്രശ്നമാണെന്നും കണ്ടിട്ടാണ് ദൈവത്തെ വോട്ടിനിട്ട് തള്ളിയാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് മതേതരത്വം എന്ന ഒരു ആശയം തന്നെ അത് സത്യത്തിൽ പാശ്ചാത്യമാണെങ്കിലും ആ ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മതനിരാസമല്ല, മതങ്ങളെ അംഗീകരിക്കലാണ്, എല്ലാ മതസ്വത്വങ്ങളെയും അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നതുകൊണ്ടാണ് ആർട്ടിക്കിൾ 25 നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആർട്ടിക്കിൾ 25-ന് 3 ഭാഗങ്ങൾ കാണാം. ഒന്ന് ടു പ്രൊഫസ്, 2 ടു പ്രാക്ടീസ് ആൻഡ് ടു പ്രൊപ്പഗേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം. വിശ്വസിക്കാം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ ആചരിക്കുക എന്ന് പറയുന്നതോടുകൂടി അതിനെന്തുണ്ടാവുന്നു? ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു. നിങ്ങളൊരു അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മിനാര ഉയർന്ന് കാണുമ്പോൾ അതൊരു സ്വത്വപ്രഖ്യാപനമാണ്. നിങ്ങളൊരു പള്ളിയിൽ നിന്ന് ബാങ്ക് ഉച്ചത്തിൽ വിളിക്കുമ്പോൾ അവിടെ ഒരു സ്വത്വപ്രഖ്യാപനമാണ്. നിങ്ങളൊരു അമ്പലത്തിലെ മണി ഉച്ചത്തിൽ അടിക്കുമ്പോൾ അവിടെ പാട്ട് വെക്കുമ്പോൾ എന്താണ്? അതൊരു സ്വത്വപ്രഖ്യാപനമാണ്.
നിങ്ങൾ എന്താണ് മതത്തിൻ്റെ ആവിഷ്കാരങ്ങൾ പൊതുമണ്ഡലത്തിൽ അനുവദിക്കുമ്പോൾ ആ സ്വത്വത്തിന് ഇടം നൽകുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഭരണഘടന ചെയ്യുന്നു. മാത്രവുമല്ല, അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുക വഴി നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഉറച്ചു ബോധ്യമുള്ള ഒരു കാര്യത്തെ മറ്റ് പൊതുസമൂഹത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത വിധം, പബ്ലിക് ഓർഡറിനെ ബ്രേക്ക് ചെയ്യാത്ത വിധം നിങ്ങൾക്കത് പ്രചരിപ്പിക്കാം എന്നുകൂടി നൽകിയിരിക്കുന്നു. നമ്മുടെ ഭരണഘടന ഉത്കൃഷ്ടമാകുന്നത് ഈ പലതരം സ്വത്വങ്ങളെ അംഗീകരിക്കുക വഴിയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടും സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എന്നറിയുക. അയിത്തം നിരോധിക്കുന്ന ഒരു വകുപ്പ് ആർട്ടിക്കിൾ 17 നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് വന്നിട്ടുണ്ട്. കാരണം അയിത്തം എന്ന് പറയുന്നത് ഒരു വിഭാഗം മനുഷ്യരെ മാറ്റി നിർത്തുന്നതിനുള്ള ഒന്നാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾക്ക് അറിയുന്നത് കൊണ്ടാണ് അത് വെച്ചിട്ടുള്ളത്. സത്യത്തിൽ അതൊരു മാനക്കേടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്നാണ് ഞാൻ ഇപ്പോൾ പറയുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്നും ആ വകുപ്പ് അവിടെ നിൽക്കേണ്ടി വരുന്നു എന്നത് നമുക്ക് വലിയ മാനക്കേടും ലജ്ജാവഹമാണ്. കാരണം ഇന്നും നമ്മുടെ നാട്ടിൽ അയിത്തം നിലനിൽക്കുന്നു. ഒരു വിഭാഗം മനുഷ്യരുടെ സ്വത്വത്തെ തൊടാൻ പോലും പാടില്ലാത്ത വിധം നികൃഷ്ടമാണെന്ന് പ്രഖ്യാപിക്കുന്ന നില നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണല്ലോ ആ വകുപ്പ് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഭരണാധികാരി എന്ന നിലയിൽ നമുക്ക് അവരോട് മുന്നോട്ട് വെക്കാനുള്ളത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എല്ലാ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും അംഗീകരിച്ചു പോവുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി വ്യക്തിയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്ന് നോക്കാം. ഞാൻ രണ്ടാമത്തെ ഭാഗം അതാണ് പറയുന്നത്. അപ്പം ഭരിക്കുന്നവർ ചെയ്യേണ്ടത് ഇതാണ്, അല്ലെങ്കിൽ ഭരണ നേതൃത്വം കൊടുക്കേണ്ടത് ഇതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും മനുഷ്യരുടെ അന്തസ്സിന് വില കൽപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ ആൾക്കും വ്യത്യസ്തതയുണ്ട്. ഞാനും എൻ്റെ അനിയനും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് ആവാം. എൻ്റെ എപ്പ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങളുടെ ഭക്ഷണശീലം ഒന്നാണ്, ഞങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഒന്നാണ്, ഒരു വീട്ടിനകത്താണ്. പക്ഷേ ഞങ്ങൾ വ്യത്യസ്തരാണ്, ഉറപ്പായിട്ടും വ്യത്യസ്തരാണ്. എൻ്റെ അനിയനെ പോലെയല്ല ഞാൻ. ഞങ്ങൾക്ക് 2 പേർക്കും 2 വ്യക്തിത്വമുണ്ട്. എൻ്റെ ഈ 2 വ്യക്തിത്വയും അംഗീകരിക്കുമ്പോഴാണ് ഒരു കുടുംബമായി അത് നിൽക്കുന്നത്. അപ്പം നമ്മൾ വ്യക്തി എന്ന നിലയിൽ ഏതൊരു മനുഷ്യൻ്റെയും അന്തസ്സിനെ വ്യത്യസ്തതയെ നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ആരും അംഗീകരിക്കുന്നില്ലേ, ഞങ്ങളെല്ലാവരും മാറ്റി നിർത്തുന്നേ, ഞങ്ങൾക്ക് ഈ സർക്കാർ കൊന്നതിൻ്റെ ശാഖ കുഴപ്പമാണ്, ഞങ്ങളെ മുഴുവൻ അടിച്ചു താഴ്ത്തുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ഭാഗമാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടെ ആലോചന നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ മറ്റൊരു സ്വത്വത്തെ, മറ്റൊരാളുടെ അന്തസ്സിനെ ഏത് നിലയിലാണ് കാണുന്നത്, മറ്റൊരാൾക്ക് എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ വശം. നമുക്ക് നമ്മുടെ സ്വത്വത്തിന് ഒരു പ്രകാശനം ഇവിടെ കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റിയെ എങ്ങനെയാണ് കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കി പോകണം എന്ന് തോന്നുന്നു. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മളിപ്പോൾ കൗമാരത്തിലൊക്കെ അനുഭവിച്ചൊരു പ്രശ്നമാണത് ഐഡൻറ്റിറ്റി ക്രൈസിസ്. സ്വത്വ പ്രതിസന്ധി എന്ന് പറയും. ഞാൻ മുതിർന്നോ വെച്ചാൽ മുതിർന്നില്ല, എന്നാൽ മുതിർന്നും ചെയ്തു അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കാണത്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, പഠിച്ചിങ്ങനെ പോയാൽ ഒരു പണിയൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ ജോലിയൊക്കെ കയറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, മുതിർന്നു കഴിഞ്ഞു എന്ന് പറയും. ഒരു 18 വയസ്സിലേക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ് മുതിർന്നു കഴിഞ്ഞു. എന്നാൽ നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയുമ്പം ഇതേ ആളുകൾ തന്നെ പറയും കുട്ടികളെ അഭിപ്രായം പറയണ്ട എന്ന് പറയും. അപ്പോൾ 18-ാം വയസ്സിൽ ഞാൻ കുട്ടിയായിരുന്നോ, ഞാൻ കണ്ണാടിയിൽ പോയി ഞാൻ തന്നെ നോക്കും. ക്രൈസിസാണ്, സ്വത്വ പ്രതിസന്ധിയാണ്. ഞാൻ മുതിർന്നിട്ടുമുണ്ട്, മുതിർന്നിട്ടുമില്ല. ഇതിപ്പോൾ ഞാൻ കുട്ടിയാണോ മുതിർന്ന ആളാണോ? ഈ ഒരു പ്രശ്നം നമ്മൾ കൗമാരത്തിൽ അതൊരു സൈക്കോളജിക്കലായ പ്രശ്നമാണ്. നിങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഈ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ശാന്തനായിരിക്കുമ്പോൾ നമുക്കെന്താണ്, നമ്മൾ ഒന്നിനോടും കാര്യമായി പ്രതികരിക്കുന്നില്ല, നമ്മൾ ശാന്തതയോടെയാണ് പ്രതികരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഉയർന്ന നിലയിൽ ഒരു ശക്തമായ നിലപാട് എടുക്കേണ്ടി വരും. ഇതിനിടയ്ക്ക് നമ്മൾ കുടുങ്ങിപ്പോവും. ഇങ്ങനത്തെ പ്രതിസന്ധികൾ നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. നമ്മളിപ്പോൾ ആയിരിക്കുന്നതും ശരിക്കെടുക്കുന്നതും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്രൈസിസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വത്വം, നമ്മുടെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി എന്താണ്, നമ്മളെന്താണ് എന്ന് തിരിച്ചറിയാൻ അവിടെ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. ഈ ട്രാൻസിഷൻ പീരീഡ്
നമ്മുടെ ഇപ്പോഴുള്ള സ്വത്വത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ അനുഭവിക്കുന്ന ടർബുലൻസിനെ നമുക്ക് മറികടക്കാൻ പറ്റണം. ഇപ്പം ഒരാൾ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു, അയാളൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകുന്നു, അയാൾ വിവാഹം കഴിക്കുന്നു. തീർച്ചയായും അയാളുടെ നേരത്തെ ഉള്ള ഐഡൻറ്റിറ്റിയേ അല്ല, അയാൾ പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് ഈ ടർബുലൻസ് പലപ്പോഴും ഉണ്ടാവുന്നത്, ഈ എന്താണ് മനസ്സിലാക്കലുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്രയും കാലം അവരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, അവരവിടെയാണ് ഉറങ്ങുന്നത്, അവിടുത്തെ ഒരു ഉറക്കശീലമുണ്ട്, അവിടുത്തെ ഒരു ഭക്ഷണശീലമുണ്ട്, അവിടുത്തെ ഒരു വീടിൻ്റെ ഒരു ഒച്ചയുടെ ശീലമുണ്ട്. ഇതെല്ലാം മാറുകയാണ് അവർ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ. അവരുടെ വീട്ടിൽ നേരത്തെ സുബൈൻ്റെ മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുന്ന വീടാണ്. ഇവരത് വിചാരിച്ച് എണീക്കുന്നു, നോക്കുമ്പോൾ വീട് മുഴുവൻ ഇരുട്ടാണ്, മൊത്തം ഇരുട്ടാണ്, എല്ലാവരും ഉറങ്ങുകയാണ്. അവിടെ വെച്ച് ആദ്യത്തെ ഐഡന്റിറ്റി ക്രൈസിസ് രൂപപ്പെടുന്നു. പടച്ചോനെ, ഇത് ഞാൻ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് ആ പെൺകുട്ടി കരുതുന്നു. ഒരു ക്രൈസിസ് ആണ് ശരിക്കത്. അവരുടെ വീട്ടിൽ എല്ലാ കറികൾക്കും ഒരു മധുരമാണ്, കാരണം എല്ലാത്തിനും എരിവ് കുറവാണ്. എന്നാൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ മുഴുവൻ എരിവ് കൂടുതലാണ്. അവരുടെ വീട്ടിൽ എല്ലാവരും ശബ്ദമില്ലാത്തവരാണ്, മെല്ലെ സംസാരിക്കുന്നത്. ഇവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ തൊട്ട് ബാപ്പ തൊട്ടിട്ട് എല്ലാ ആളുകളും ഉച്ചത്തിൽ സംസാരിക്കുന്നവരാണ്. അവരൊരു ഒച്ചയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. ഈ ട്രാൻസിഷൻ പീരീഡിൽ ഈ ക്രൈസിസ് ഉണ്ടാവും. ഞാൻ ആരാണ് എന്നൊരു ക്രൈസിസ് ഉണ്ടാവും. ഞാൻ ഇവിടെയാണ്, എന്താണ് എടുക്കേണ്ടത് എന്നൊരു ക്രൈസിസ് ഉണ്ടാവും. നിങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുന്നു, നാളെ നിങ്ങളൊരു അധ്യാപകനായി മാറുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. എന്താണ്, വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ള ഐഡൻറ്റിറ്റി പോരാ നിങ്ങൾക്ക്, എന്തിന് അധ്യാപകനായിരിക്കുമ്പോൾ മറ്റൊരു സ്വത്വത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടി വരും, മറ്റൊരു ഭാഷാരീതി നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, മറ്റൊരു നിലപാടുകൾ നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോഴുണ്ടാകുന്ന ട്രാൻസിഷൻ പീരീഡിനെ മറികടക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഐഡൻറ്റിറ്റി ക്രൈസിസുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ തരത്തിലുള്ള വ്യക്തിപരമായ മറികടക്കൽ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. മറ്റൊരു ഭാഗം എനിക്ക് പറയാനുള്ളത്, എല്ലായ്പ്പോഴും നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി എപ്പോഴും മറ്റൊരു കമ്മ്യൂണിറ്റിയെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് എപ്പോഴും നടക്കാറുണ്ട്. അതാണ് ലോകത്തുടനീളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ജൂയിഷ് പീപ്പിൾ ഇന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ജൂയിഷ് പീപ്പിൾ ഒരു കാലത്ത് ഈ ഐഡൻറ്റിറ്റി പ്രതിസന്ധി വലിയ തോതിൽ അനുഭവിച്ചവരാണ്. വംശഹത്യയെക്കുറിച്ചുള്ള പഠനം, ജനോസൈഡിനെ കുറിച്ചുള്ള പഠനം മുഴുവൻ വിധേയമാക്കിയിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കണം. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വംശഹത്യ അല്ല, മറിച്ച് ജൂതന്മാർക്കെതിരായ വംശഹത്യയാണ് പഠന വിധേയമാക്കിയിട്ടുള്ളത്. എവിടെ? യൂറോപ്പിൽ ജൂതന്മാർ ആട്ടിയോടിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധിയാണ്. നമുക്ക് അവരോട് ഐക്യപ്പെടണം അക്കാര്യത്തിൽ. സത്യമായിട്ടും അത് സംഭവിച്ചാണ്. അവർ പറയുന്ന അത്ര ഹോളോകോസ്റ്റ് പൂർണ്ണമായിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഹോളോകോസ്റ്റിനെ ഇങ്ങനെ പറഞ്ഞ് മറ്റ് സ്ഥലങ്ങൾ കീഴടക്കുന്നതിനുള്ള കാരണവും എന്താ പറയുക, അതിനുള്ള ഒഴിവുകഴിവുമായി ഹോളോകോസ്റ്റ് മാറുന്നതിന് നമുക്ക് എതിർക്കാം. പക്ഷെ ജൂതന്മാർ അനുഭവിച്ചതിനെ മായ്ച്ചു കളയാൻ പറ്റില്ല, അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷൈലോക്ക് എന്ന് പറഞ്ഞ കഥാപാത്രം അല്ലേ, ഷൈലോക്ക് ആരുടേതാണ്? ഷൈലോക്ക് ഷേക്സ്പിയറുടെ ഷൈലോക്ക് ജൂതനാണ്. അപ്പോൾ ഒരു കൊള്ളപ്പലിശക്കാരനെ എന്തായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ജൂതനായിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. ഹിറ്റ്ലർ ജൂതന്മാരെ അശ്രീകരം, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ മോശമുള്ള ആളുകൾ, സമൂഹത്തിന് കൊള്ളാത്തവരാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ഭക്ഷണം, അവരുടെ രീതികൾ, അവരുടെ വേഷം, അവരുടെ ചിഹ്നങ്ങൾ, ഇതിനെയെല്ലാം ഏറ്റവും മോശമായാണ് യൂറോപ്പിൽ കാണിച്ചിട്ടുള്ളത്. അത് ആര്യൻ സുപ്രമസിയാണ്. ഒരു ഡോമിനൻ്റ് ആയ ഒരു കമ്മ്യൂണിറ്റി മറ്റ് കമ്മ്യൂണിറ്റികളെ അടക്കി ഭരിക്കുകയും അവരുടേതായ എല്ലാത്തിനെയും മോശമായി കാണുകയും ചെയ്യുന്നു. വംശഹത്യ എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആളുകളെ കൊല്ലൽ മാത്രമല്ല. ആളുകളെ കൊല്ലുന്നു എന്ന് പറയുന്നത് വംശഹത്യയുടെ ഏറ്റവും അവസാനത്തെ രൂപമാണ്. ഒരാളെയും കൊല്ലാതെയും വംശഹത്യ സാധ്യമാണ്. വംശഹത്യയിൽ ആദ്യം നടക്കുന്നത് ക്ലാസിഫിക്കേഷനാണ്. നിങ്ങൾ അകറ്റി നിർത്തേണ്ടവരായി മുദ്രകുത്തപ്പെടുകയാണ്. നോക്കൂ, കേരളത്തിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളമെന്നോ ഹരിത കേരളമെന്നോ പ്രബുദ്ധ മൈക്ക് പൊട്ടിപ്പോവുക പറയുമ്പോൾ അല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്ന കേരളത്തിൽ 18-ാം നൂറ്റാണ്ടിൽ മാത്രം, അധികമൊന്നും പോകണ്ട, പിന്നോട്ട് പോയി നോക്കൂ, ചെരുപ്പിടാൻ പറ്റാത്ത ആളുകൾ, മാറുമറയ്ക്കാൻ പറ്റാത്ത ആളുകൾ, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പറ്റില്ല. ഉപ്പ് തരിൻ എന്ന് പറഞ്ഞതിന് ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ടുണ്ട് കേരളത്തിൽ, ചേറ്റുവ ഭാഗത്ത്. എന്താണ്, അയാൾ പുളിക്കുന്നത് തരിൻ എന്ന് പറയണം, അയാൾക്ക് ഭാഷ പോലും കൊടുക്കുന്നില്ല. ജാതിയിൽ താഴ്ന്നവനെന്ന് മുദ്ര കുത്തപ്പെട്ടയാൾ. നമ്മൾ ജാതിയിൽ താഴ്ന്നവരെന്ന് പറയരുത് യഥാർത്ഥത്തിൽ. അത് ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ നരേഷനാണ്. ജാതിയിൽ താഴ്ന്നവനായിട്ടൊരാളില്ല.
ജാതിയിൽ താഴ്ന്നവനെന്ന് മുദ്ര കുത്തപ്പെട്ട ആൾക്ക് ഉപ്പ് തരിൻ എന്ന് പറയാൻ പറ്റില്ല, പുളിക്കുന്നത് തരിൻ എന്ന് പറയണം. അരി എന്ന് പറയാനൊക്കില്ല, കല്ലരി എന്ന് പറയണം. ഞാൻ എന്ന് പറയാനൊക്കില്ല, ഏനെന്നോ അടിയനെന്നോ പറയണം. വീടെന്ന് പറയാനൊക്കില്ല, ചാള എന്ന അയാളുടെ വീടിനെ കുറിച്ച് അയാൾ പറയണം. അയാൾക്ക് അങ്ങ് അകലെ നിൽക്കുന്ന വിഗ്രഹം ഇവിടെ നിന്ന് തൊഴാനേ പറ്റൂ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവരായി മനുഷ്യർ മാറുന്നു. അപ്പോൾ ആദ്യത്തെ വംശഹത്യയുടെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് മാറ്റി നിർത്തലാണ്, ക്ലാസിഫൈ ചെയ്യലാണ്. ഇത് ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ്. അവരുടെ സ്വത്വം തന്നെയും മോശവും അധമവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയണത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് IAS പറഞ്ഞത്, അയാൾ IPS ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, മുസ്ലിങ്ങൾക്കൊക്കെ എവിടെയാണ് തറവാടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമാണത്, നമുക്ക് തറവാടില്ല. കാരണം തറവാട് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ നായർ കമ്മ്യൂണിറ്റിയുടെ ഒന്നാണ്. പക്ഷെ നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ തോന്നുകയാണ്. നമ്മൾ വീടിൻ്റെ മുന്നിൽ എന്തിനാണ് പഠിപ്പുര പണിയുന്നത്? പഠിപ്പുര പണിയേണ്ട കാര്യം നമുക്കില്ല. സത്യത്തിൽ പഠിപ്പുര എന്ന് പറയുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നയാളെ എന്താണ്, അയാൾ ഏത് അവർണനാണോ സവർണനാണോ എന്ന് നോക്കി കടത്തി വിടാനോ വിടാതിരിക്കാനുള്ള ഇടമാണ്. അത് ഡോമിനേഷന്റെ ചിഹ്നമാണ്. എന്ത് പഠിപ്പുര? നമ്മൾ ഇന്ന് വളർന്നു വലുതായി നമ്മൾ ഗൾഫിൽ പോയി പണം കൊണ്ടുവന്നിട്ട് പഠിപ്പുര പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ ചിഹ്നങ്ങൾ നമുക്ക് അണിയാൻ ഇഷ്ടമാണ്. കേരളീയ വസ്ത്രം എന്ന നിലയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെറ്റും മുണ്ടുമാവുന്നത് ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ വസ്ത്രമായതുകൊണ്ടാണ്. ആരെങ്കിലും കേരളീയ വസ്ത്രം എന്ന് നമ്മുടെ നാട്ടിലെ ഒരു ദളിതൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയാറുണ്ടോ? കേരളീയ ഭാഷ എന്ന നിലയിൽ നമ്മൾ ഓങ്കീഞ്ഞു പാഞ്ഞാൾഞ്ഞ് എന്നൊരു വാക്കിനെ ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇജ്ജിങ്ങോട്ട് വാ എന്ന മലപ്പുറം ഭാഷയെ നമ്മൾ ആരെങ്കിലും കേരളീയ ഭാഷ എന്ന് പറയാറുണ്ടോ? കേരളീയ ഭാഷ എന്ന് പറയുന്നത് വള്ളുവാ നാട്ടിലോ അല്ലെങ്കിൽ എന്താ പറയുക സവർണരെന്ന് വിളിക്കുന്നവർ ഉപയോഗിക്കുന്ന വാക്ക് മാത്രമായി മാറുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഷ, ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ വസ്ത്രം, ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ ചിഹ്നങ്ങൾ എന്നതൊക്കെ ഒരു ആദരസൂചകമായി മാറുന്നു. എന്നാൽ താഴ്ത്തപ്പെട്ട സമൂഹത്തിൻ്റെ ചിഹ്നങ്ങൾ മുഴുവൻ അധമമായി മാറുന്നു. ഈ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു സ്വത്വ പ്രതിസന്ധി ആർക്കുണ്ടാക്കുന്നുണ്ട്? ഈ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് വംശഹത്യയുടെ തുടക്കം എന്ന് പറയുന്നത്. വംശഹത്യയുടെ അടുത്ത ഘട്ടം സിംബോളൈസേഷനാണ്. ഡിസ്ക്രിമിനേഷൻ, വിവേചനം എന്താണ് വംശഹത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഡീഹ്യൂമനൈസേഷൻ, ഈ ആളുകളെ മനുഷ്യരെ അല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ യു എസിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്ന അവിടെ ഒരു ക്യാമ്പയിൻ്റെ ഹാഷ്ടാഗ് തന്നെയായി എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളത്. ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് എന്ന് പറയുന്ന വലിയ പ്രക്ഷോഭത്തിൻ്റെ ഒരു മുദ്രാവാക്യമായി മാറി. അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരനായ മനുഷ്യൻ്റെ കഴുത്തിൽ കാല് വെച്ച് കൊല്ലുകയാണ് ഒരു പോലീസുകാരൻ. അതിൻ്റെ വിചാരണ കോടതിയിൽ നടക്കുകയാണ്. കോടതിയിൽ നടക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത്, അത് എൻ്റെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു, അതെന്നെ കൊല്ലാൻ വരികയായിരുന്നു, അതിൻ്റെ ആക്രമണത്തിൽ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ കരുതും, എനിക്ക് തോന്നി എന്നാണ് ഒരു വെളുത്ത വർഗ്ഗക്കാരനായ ആൾ ഈ 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അത് എന്നാണ് ഇറ്റ് എന്നാണ് പറയുന്നത്, ഹീ എന്നല്ല പറയുന്നത്. അവൻ എൻ്റെ നേരെ അടുക്കുകയായിരുന്നു, അയാൾ എൻ്റെ നേരെ പാഞ്ഞു വരികയായിരുന്നു അല്ല പറഞ്ഞത്, അത് എൻ്റെ നേരെ പാഞ്ഞു വരികയാണ് എന്നാണ്. ഒരു മനുഷ്യ പ്രതിനിധാനം പോലും നമ്മൾ അത് ഇറ്റ് എന്ന് എപ്പോഴാണ് പ്രൊനൗൺ ചെയ്യുന്നത്? ഒരു വസ്തുവിനെയോ ഒരു ജീവിയെയോ ഒക്കെയാണ് നമ്മൾ കാറ്റ് അല്ലെങ്കിൽ ഇറ്റ് അല്ലെ, അത് പൂച്ചൻ്റെ അടുത്ത് പാഞ്ഞു വരുന്നതുകൊണ്ട് ഇറ്റ് എന്ന് രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹി എന്ന മനുഷ്യ പ്രതിനിധാനം പോലും യഥാർത്ഥത്തിൽ എന്തിന് നൽകുന്നില്ല? ആ മനുഷ്യന് നൽകാതിരിക്കുക എന്ന് പറയുന്ന ഡീഹ്യൂമനൈസേഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഒടുവിൽ പോളറൈസേഷൻ സംഭവിക്കുന്നു. വംശഹത്യയുടെ അടുത്ത ഘട്ടം പോളറൈസേഷൻ. എന്താണ്? കൊല്ലപ്പെടേണ്ടവരും കൊല്ലേണ്ടവരുമായി രണ്ടായി മനുഷ്യർ പിളരുന്നു. പിന്നെ അടുത്തതാണ് യഥാർത്ഥത്തിൽ കൊല അല്ലെങ്കിൽ എലിമിനേഷൻ എന്ന് പറയുന്നത്. അത് പിന്നെ എളുപ്പമായി മാറുന്നു. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു. ഈ പല ഘട്ടങ്ങളിലൂടെ കടന്ന് വന്ന് ആക്രമിക്കപ്പെടേണ്ടയാൾ എന്തായി മാറുന്നു? വളരെ എളുപ്പത്തിൽ ആ പണി നടക്കും. കാരണം അക്രമിക്ക് ഒരു കുറ്റവും തോന്നില്ല. കാരണം അയാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് സാമൂഹികമായി ശരിയായ ഒന്നായി സംഭവിക്കും. ഇതാണ് ജൂയിഷ് പീപ്പിളിനെ അന്ന് അങ്ങനെയാണ് നിങ്ങൾ എർണ പെട്ര എന്ന് പറഞ്ഞ സ്ത്രീയുടെ കഥയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ കഥയ്ക്കകത്ത് 6 ജൂത യുവാക്കളെ കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരുന്നു.
ഈ സ്ത്രീ കൊണ്ടുവരുന്നു, എന്നിട്ട് അവരെ കുളിപ്പിക്കുന്നു, നല്ല വസ്ത്രമൊക്കെ അണിയിക്കുന്നു, എന്നിട്ട് ഭർത്താവിനെ കാത്തിരിക്കുന്നു. എന്തിനാണ്? കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക, ഈ ജൂതക്കുട്ടികളെ കൊല്ലുക എന്ന പ്രോസസ്സിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. പക്ഷെ അവർക്ക് ക്ഷമ കെടുന്നു. ക്ഷമ കെട്ടിട്ട് ഭർത്താവ് എത്തുന്നതിന് മുമ്പേ തന്നെ തൊട്ടപ്പുറത്തൊരു കുഴിയെടുത്ത് വെച്ചിട്ട് അവരെ കൊന്ന് അതിൽ മൂടുന്നു. നാസി ജർമ്മനിക്ക് ശേഷം വിചാരണാഘട്ടത്തിൽ ഈ സ്ത്രീയോട് കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റിയത്? അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എങ്ങനെയാണ് അങ്ങനെ ആയിത്തീർന്നത് എന്ന്. പോളറൈസേഷനും ക്ലാസിഫിക്കേഷനും ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ ചാപ്പകുത്തലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും സ്വയമേവ അക്രമിയായി മാറുന്നു എന്നുള്ളതാണ് വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായ ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗുജറാത്ത് വംശഹത്യ നടന്നപ്പോൾ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ദളിത് സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു. സത്യത്തിൽ ഈ ഹിന്ദുത്വ ആശയഗതിയുടെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കേണ്ടവരാണ് ആര്? ദളിത് സമൂഹത്തിൽപ്പെട്ടവർ. അവരക്രമികളായി മാറുന്നു. കാരണം ഈ വിദ്വേഷം കുത്തിവെച്ച് പടർന്ന് സ്വയം ഒരാൾ അപകടകാരിയായ അക്രമത്തിനും വംശഹത്യക്കും കാരണമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു സമൂഹത്തെ ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയായി മാറുന്നു, മറ്റൊരു സമൂഹം ഇൻഫീരിയർ കമ്മ്യൂണിറ്റിയായി മാറുന്നു. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ കമ്മ്യൂണിറ്റി ഡോമിനൻ്റ് ആവുന്നത് എങ്ങനെയാണ്? ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ നോക്കൂ, സത്യത്തിൽ ന്യൂനപക്ഷമാണ്. ഞാൻ അവരെക്കുറിച്ച് പറയുന്നത്, അവർ സ്വയമേവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവിടെയൊക്കെ കൂടുതൽ ആളുകളെ കൊണ്ടുവരികയും അക്കാലത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള സൗജന്യങ്ങളും സൗഹൃദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും വലിയ സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതിച്ഛായ അവർ ഉണ്ടാക്കിയെടുത്തു. മുസ്ലിം കമ്മ്യൂണിറ്റി ആവട്ടെ ബ്രിട്ടീഷുകാരോട് എതിർത്ത് നിൽക്കുകയും രാഷ്ട്രീയ ഉള്ളടക്കത്തോടെ ജീവിക്കുകയും ചെയ്തതുകൊണ്ട് ഈ സൗജന്യങ്ങൾ ഒന്നും അവർക്ക് കിട്ടാതെ പോയി. പിന്നെ 1921 ശേഷം 20കൾക്ക് ശേഷം സമസ്ത പോലെയുള്ള ഒരു സ്ഥാപനം, ഒരു സംഘടന രൂപപ്പെടുത്തുകയും ഇസ്ലാമിനകത്തു നിന്നുണ്ടാക്കുന്ന അപകർഷതാ ഉൽപാദനത്തെയും പുറത്തുനിന്ന് വരുന്ന ചാപ്പകുത്തലുകളെയും ഒരുമിച്ച് പ്രതിരോധിക്കുകയും സാംസ്കാരികമായി വലിയ ഉന്നതിയിലേക്ക് നീങ്ങുകയും മതം വളരെ ഗൗരവത്തിൽ പഠിക്കുകയും അതിൻ്റെ സ്വത്വത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്കിന്ന് ഇങ്ങനെ മൈക്ക് കെട്ടിയിരിക്കാൻ പറ്റിയത്. നമ്മുടെ പൂർവികരായ മനുഷ്യർ നിരന്തരം നടന്ന് പ്രസംഗിക്കുകയും മുഖാമുഖങ്ങൾ നടത്തുകയും ഇടിച്ചു നിൽക്കുകയും പ്രചാരണങ്ങൾ നടത്തുകയും കാലിലെ തൊലി ഉരിഞ്ഞു പോകും വരെ നടക്കുകയും ചെയ്താണ് നമുക്ക് ഇന്നിവിടെ പൂവിരിച്ച പാതയിൽ ഇരിക്കാൻ പറ്റിയത് എന്ന് ഓർക്കണം. നമ്മുടെ സ്വത്വത്തെ അഭിമാനകരമായ ഒന്നാക്കി ഉയർത്തുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ആ ജിഹാദ്, ഈ ജിഹാദ്, അത് ഇത്, ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നൊക്കെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത്. കാരണം ഒരു ഘട്ടത്തിലെ അപകർഷതയെ നമ്മൾ വലിയ തോതിൽ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി, ഡോമിനൻ്റ് പൊളിറ്റിക്സ് നിങ്ങളുടെ സ്വത്വത്തെ താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിൽ അപകർഷത കൊണ്ട് കുനിഞ്ഞിരിക്കുകയല്ല, അതിനെ തീവ്ര നിലപാടുകളിലൂടെ നേരിടാൻ പോവുകയല്ല, സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് തമിഴർ ചെയ്തുപോലെ ചെയ്യുകയല്ല, മറിച്ച് പഠിച്ചും അറിഞ്ഞും കൂടുതൽ മനസ്സിലാക്കിയും തൻ്റെ തന്നെ സ്വത്വത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയും അതിൽ നിന്ന് മറികടക്കുകയും എൻ്റെ സ്വത്വത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു എന്ന നില കൈവരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് കേരള മുസ്ലിങ്ങൾക്ക് സംഭവിച്ചതും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംഭവിക്കാതെ പോയതും. അതുകൊണ്ട് ഒറ്റ ദിക്ർ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. റളീന ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമ ദീനൻ. എൻ്റെ വാക്യം എന്താ? അതിലൊരു റളീന എന്നൊരു പദമുണ്ട്, ഞാൻ തൃപ്തനായിരിക്കുന്നു എന്നൊരു പദമുണ്ട്, തൃപ്തി എന്നൊരു പദമുണ്ട്. എൻ്റെ എല്ലാത്തിലും ഞാൻ തൃപ്തനാണ്. ഒരു നിറവുണ്ട്. ഈ നിറവ് സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സ്വത്വം നമുക്ക് തീർച്ചയായും ഒരു തൃപ്തി തരുന്നുണ്ട്, ഒരു നിറവ് തരുന്നുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന നില നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് തല ഉയർത്തിരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ജൂയിഷ് കമ്മ്യൂണിറ്റി അത് സാധിച്ചത് ബലാത്കാരമായി ഒരു രാജ്യം നേടിക്കൊണ്ടാണ്. അതല്ല നമ്മുടെ വഴി എന്ന് പറയുന്നത്. ബലാത്കാരമായ ഒരു രാജ്യം നേടുകയും അതിൻ്റെ ആ ബലം മറ്റുള്ളവർക്ക് മേൽ ചെറുത്തും അവരെ മുഴുവൻ ആക്രമിച്ചും കുഞ്ഞുങ്ങളെ കൊന്നും പിന്നെയും കൊന്നും വേറെ ഇടം കീഴടക്കിയും ചോര ചിന്തിയുമാണ് അവർ അവരുടെ ഒരു കാലത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ശരിയായ വഴിയല്ല. മുസ്ലിങ്ങൾ ആ വഴിയെ അല്ല പോകേണ്ടത്. ആ വഴിക്ക് പോകാൻ പലരും നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കും.
പല ഇരുട്ടിൻ്റെ ശക്തികളും. നിങ്ങൾ തീവ്ര നിലപാടിലേക്ക് പോകൂ. നിങ്ങളിങ്ങനെ അപ്പോളജിസ്റ്റിക് ആവല്ലേ. നിങ്ങൾ എന്താണ് ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത്? എന്താണ് പ്രതിരോധം അപരാധമല്ല പോലെയുള്ള മുദ്രാവാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരും. അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ ഈ സമൂഹത്തിൽ നിന്ന് അകലുക മാത്രമേ ഉള്ളൂ. പഠനത്തിൻ്റെയും മനനത്തിൻ്റെയും അറിവിൻ്റെയും, നേരത്തെ ഭാവസ്ഥ അത് പറഞ്ഞതുപോലെ, വഴിയിലേക്ക് നമുക്ക് എത്തിച്ചേരുകയാണ് ഏറ്റവും പ്രധാനം എന്നെനിക്ക് തോന്നുന്നു. അത് ഐഡൻറ്റിറ്റി പ്രശ്നം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരുമായും ഐക്യപ്പെട്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. ദളിതരോട് അല്ലെ, ഹിന്ദുത്വത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന മറ്റു മനുഷ്യരോട് ഐക്യപ്പെട്ടുകൊണ്ട് അവരുടെയൊക്കെ ഐഡൻറ്റിറ്റിയെ അംഗീകരിച്ചുകൊണ്ട് പലമകളെ, വ്യത്യസ്തതകളെ അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ള മനുഷ്യന് വില കൊടുത്തുകൊണ്ട് അന്തസ്സുറ്റൊരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുകയാണ് വേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓണത്തിൻ്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: മാവേലി നാടുവാണിടുന്നാലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ്. ഒന്നാണ് എന്നല്ല, ഒന്നുപോലെ എന്ന് അത്രയും വലിയ സ്വപ്നത്തിൽ പോലും പോലെന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്നാക്കാനാവില്ല. പല ഐഡൻറ്റിറ്റികളെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സമൂഹത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ പലമയെ, ആ വൈവിധ്യത്തെ അംഗീകരിക്കാൻ നമുക്കും പറ്റണം. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യർ, താഴേക്കിടയിൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യർ, ആ മനുഷ്യർക്ക് അവരുടെ വില കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ദേവാപ്രവർത്തകന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ ഇസ്ലാം ഒരിക്കലും പരിവർത്തനം നടത്തിയിട്ടില്ല, മതപരിവർത്തനമേ നടത്തിയിട്ടില്ല, മതസ്വീകരണമാണ് നടത്തിയിട്ടുള്ളത്. കാരണം ആരും ലഘുലേഖ കൊടുത്തിട്ടില്ല, ആരും റവാപ്പൊടി കൊടുത്തിട്ടില്ല, ആരും ഗോതമ്പ് കൊടുത്തിട്ടില്ല, വെളിച്ചെണ്ണ കൊടുത്തിട്ടില്ല, വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല. മറിച്ച് ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാലിക് ദിനാറും കൂട്ടരും ഇവിടെ വരുമ്പോൾ അവർ തൊട്ടിരുന്നു നിസ്കരിക്കുന്നു എന്ന് പറയുന്നതായിരുന്നു വലിയ വിപ്ലവം. അവരുടെ ഐഡന്റിറ്റി അവർ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അത് പ്രദർശിപ്പിച്ച് കാണുമ്പോൾ എന്താണ്, തൊടാൻ പോലും ആവാത്ത മനുഷ്യർ അവിടെ അണിചേരുകയാണ് ചെയ്തിട്ടുള്ളത്. ഹജ തങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ആരെയും നിർബന്ധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ മനോഹരമായി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദേവാപ്രവർത്തനം എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഐ എം സോറി, 11:25 എൻ്റെ സമയം കുറച്ചധികം ഞാൻ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. 10:45 നമ്മൾ, അല്ല അധികമൊന്നും ആയിട്ടില്ല, ആ സമയത്താണ് നമ്മളിത് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യം ഒന്ന് വേഗത്തിൽ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് MT കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. MTയുടെ കഥകൾക്കകത്ത് ഈ ഐഡൻറ്റിറ്റി പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഒരു ഭരണകൂടം ഈ ഐഡൻറ്റിറ്റികളെ എങ്ങനെ സമീപിക്കണം എന്നാണ് നമ്മൾ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചത്. അതിന് നമ്മുടെ ഭരണഘടന ഉദാഹരിക്കാൻ ഞാൻ ശ്രമിച്ചു. അടുത്തതൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഐഡൻറ്റിറ്റിയിൽ എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാവുക. നമ്മൾ കൗമാരകാലത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു, ഒരു കുഞ്ഞിൻ്റെ ഉദാഹരണം പറഞ്ഞു, വിവാഹം കഴിച്ചാലുണ്ടാകുന്ന ഐഡൻറ്റിറ്റി പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു, വിദ്യാർത്ഥിയും അധ്യാപകനും ആകുമ്പോൾ ഐഡൻറ്റിറ്റി പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ആ ട്രാൻസിഷൻ പീരീഡിനെ മനോഹരമായി മറികടക്കുന്നവരാണ് വിജയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് ഒരു ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നത് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്നത്, മറ്റൊരാളുടെ ഐഡൻറ്റിറ്റിയെ അധമമാക്കി മാറ്റുന്നത് എന്ന് ജൂയിഷ് പീപ്പിളിൻ്റെയും തമിഴ് പീപ്പിളിൻ്റെയും കേരളത്തിലെ മുസ്ലിങ്ങളുടെയും കേരളത്തിലെ ദളിതുകളുടെയും ഒക്കെ ഉദാഹരണത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചു. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വത്വത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അറിയുകയും അഭിമാനം പുലർത്തുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുക. മറിച്ച് തലകുനിച്ചിരിക്കലുമല്ല, അതുപോലെ തീവ്രമായി പ്രതികരിക്കലുമല്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള ബുദ്ധിപരമായ ഇൻ്റലക്ച്വലായ ഒരു അഭിമാനം ഉയർത്തിപ്പിടിക്കലാണ് പ്രധാനം. അതാണ് സമസ്തയുടെ നേതാക്കൾ നമുക്ക് ചെയ്തു തന്നത്. നമ്മൾ ആരും തന്നെ ദയവായി അന്നൊക്കെ ഇവരൊക്കെ ഒച്ചയുണ്ടാക്കി എന്ന് കരുതരുത്. നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു, എന്തിനാണ് സാർ ഈ മുഖാമുഖമൊക്കെ, എന്താണ് ഇവരൊക്കെ ഒച്ച ഉണ്ടാക്കിയത്, എന്തിനാണ് ഇവരിങ്ങനെ താർക്കികന്മാരായി മാറുന്നത്, കൈ എവിടെ കെട്ടണം എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത്, അവരോട് മറ്റൊരു സമൂഹത്തിനകത്തെ പരിഷ്കരണവാദികൾ എന്ന് വിളിക്കുന്നവരോട് ഒന്ന് അടുത്തു പോയാൽ എന്താണ്, അവരോടൊന്ന് ചിരിച്ചു പോയാൽ എന്താണ്, എന്തിനാണ് ഈ തർക്കുൽ മുവാലാത്ത എന്താ പറയുക, എന്താണ് പിരിയലും പിരിശവും ഒക്കെ ഇപ്പോഴും നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറ. ദയവായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ പൂവിരിച്ച പാത ഉണ്ടായി വന്നിട്ടുള്ളത്, ഈ കേരളം ഇങ്ങനെ ആയിട്ടുള്ളത്, രാഷ്ട്രീയമായി സമാധാനമുള്ള ഒരു ഇടമായി മാറ്റിയിട്ടുള്ളത് ഈ മനുഷ്യരുടെ നിരന്തരമായ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് തന്നെയുള്ള
പ്രതിരോധത്തിലൂടെ ആയിരുന്നു എന്ന് കരുതണം. അല്ലെങ്കിൽ നമ്മൾ മറ്റ് സമൂഹങ്ങളുമായി കൂടുതൽ അകലുന്ന തീവ്ര നിലപാടുള്ള ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം മുഴക്കുന്ന അബദ്ധങ്ങൾ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നു എന്ന് നമ്മൾ നിരന്തരം തിരിച്ചറിയണം. അല്ലാതെ വെറുതെ അപകർഷത കൊള്ളരുത്. പഴയ മുഖാമുഖങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങൾ പുതിയ തലമുറ എടുത്ത് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അതാണ്, അത് കാണണം എന്നാണ്. അതിനകത്ത് തോറ്റു എന്നൊക്കെ പറയുന്നുണ്ടാവും, ഓക്കെ, അതൊക്കെ അതിൻ്റെ ഡിസ്കോഴ്സാണ്, അതിൻ്റെ ഡിസ്കോഴ്സാണ്. പക്ഷേ അത്തരം അടിച്ചു നിൽക്കലുകൾ തന്നെയാണ്, അത്തരം ബോധപൂർവമായ പ്രതിരോധങ്ങളാണ് ഈ കാര്യങ്ങളെ മുഴുവൻ മാറ്റിയത് എന്ന് നമ്മൾ പറയണം. നമ്മൾ ഒരിക്കലും മറ്റൊരു പരിഷ്കരണ സമൂഹത്തിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയഗതി നമ്മുടേതാക്കി മാറ്റുകയും അവരുടെ കോളാമ്പികളായി നമ്മൾ മാറുകയും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഹമാസിൻ്റെ പ്രശ്നമായാലും വേറെ ഏത് പ്രശ്നമായാലും എന്താണ് എടുക്കുമ്പോൾ നമ്മുടെ ഒരു നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചുള്ള നിലപാടാണ് എടുക്കേണ്ടത്. മറ്റൊരാൾ തിരികെ തരുന്നത് പറയേണ്ടവരല്ല നമ്മളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എല്ലാം ഒന്നും കിട്ടിയോ, നിങ്ങൾക്ക് അത് കൺവേ ചെയ്തോ എന്ന് എനിക്കറിയില്ല. വളരെ സന്തോഷം. ഞാൻ അധികം സമയമെടുത്തെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് വളരെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. വളരെ സന്തോഷം. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വ്യക്തിപരമായി നിരവധിയായ മൗന ദുഃഖങ്ങളുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലതൊക്കെ മനസ്സിൽ തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഒരബദ്ധത്തിലും പെട്ടുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. സന്തോഷം. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. സാറിന് ഫിലിസ്തീനിൽ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഷെയ്ഖുന ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി